ഞാൻ ഇന്ന് അച്ഛനെ കാണാൻ കാര്യം എന്ന് പറയുന്നത് അച്ഛൻ രാജകന്യക എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അച്ഛന് ചുളുവിലൊരു മറ്റൊരു സെലിബ്രിറ്റിയും കൂടെ ആകാനുള്ള ശ്രമത്തിലാണോ? എന്തായിരുന്നു ആ പരിപാടി? അത് ഈ ആകസ്മികമായിട്ട് വന്ന് തീരുന്നതാണ്. നമ്മളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. ഒരു നല്ല പടമാണെന്ന് കണ്ടു. അപ്പോൾ അത് ഒത്തിരി നന്മതിന്മകളെ കുറിച്ച് വിവേചിക്കാൻ സഹായിക്കുന്ന ഒരു പടമാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് അല്പസമയം ചേർന്നിരിക്കാൻ അവസരം കിട്ടി. അങ്ങനെയാണ് ചേർന്ന് വന്നതാണ്. അച്ഛൻ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇങ്ങനെ അച്ഛൻ്റെ ഇങ്ങനെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ക്ലിപ്പിങ്ങുകൾ കിട്ടുമല്ലോ. അപ്പോൾ അതിലൊരു ക്ലിപ്പ് ഞാൻ കണ്ടതാണ്. ഇടയ്ക്ക് എനിക്കങ്ങ് തോന്നിയായിരുന്നു ഒരു കല്യാണം അങ്ങ് കഴിച്ചേക്കായിരുന്നു, എനിക്ക് തുണി കഴുകി തരാൻ ഒരാളെ കിട്ടുമായിരുന്നല്ലോ എന്ന്. അപ്പം ഞാനിപ്പോൾ തിരിച്ച് ചോദിക്കുകയാണ്, അച്ചോ അത് കുറച്ചൊരു സ്ത്രീ വിരുദ്ധതയല്ലേ അച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ എന്ത് മറുപടി തരും? ഞാൻ പറയാം, ഒരു സ്ത്രീ വിരുദ്ധ പക്ഷമായിട്ട് ചിന്തിക്കുന്നവർക്ക് സ്ത്രീ വിരുദ്ധതയാണ്. ഒരു നല്ല ഞാൻ സ്ത്രീ വിരുദ്ധ പക്ഷമല്ല, ഞാൻ സ്ത്രീ അനുയോജ്യ പക്ഷമാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളത് ചിന്തിക്കുള്ളേ. ഒരു നല്ല ഭാര്യ ഒരു നല്ല അമ്മയാണെങ്കിൽ ആ ചിന്ത വരികയല്ല തീർച്ചയായിട്ടും. കാരണം അവര് ജീവിക്കുന്ന ജീവിതത്തിൽ ആര് തുണി അലക്കി ആര് കഴിയുന്നൊന്നും ചിന്തിക്കുകയല്ല. അത് ഒരു ഭാര്യ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കും, സാധാരണ കാണുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുന്നത്. അതേസമയത്ത് ഇന്നിപ്പം ഒത്തിരി കാലം മാറി വെച്ചോ. അതാ ആ വരുന്നവർക്ക് അങ്ങനെ വരും, അങ്ങനെ വന്നോട്ടെ.